ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ അത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് കാണാട്ടോ. അപ്പൊ നമ്മള് ബ്ലൗസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതില് ഇങ്ങനെ പീസൊക്കെ ഉണ്ട്, ക്രോസ് പീസ്. ഇത് രണ്ടും അടിയിൽ വരുന്ന ബാക്കിൽ വരുന്ന പടിപ്പീസ്, ക്രോസ് പീസ് ആണ് ഇതെല്ലാം. പിന്നെ ഹുക്സ് പടി, ഐപ്പടി, പിന്നെ സ്ലീവ്, കട്ടിംഗ് പീസ്, ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്. ഇത്ര ആണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ടല്ലോ ഈ ബാക്ക് പീസ് അങ്ങ് തയ്ക്കാൻ പോവുകയാണേ. അപ്പൊ ബാക്ക് പീസിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മള് കട്ട് ചെയ്യാൻ തന്നെ ഞാനിപ്പോ എളുപ്പത്തിലുള്ള രീതിയൊക്കെ കാണിച്ചെന്ന്. ഇപ്പൊ ഇത് തയ്ക്കാനുമായിട്ട് വളരെ എളുപ്പം. ബാക്ക് പീസിലോട്ട് ഈ പീസ് ഒന്ന് വെച്ച് കഴിഞ്ഞെന്നാ ബാക്ക് പീസിന്റെ പണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ ജോയിന്റ് പീസ് ഈ ബാക്ക് പീസിലോട്ട് ഒന്ന് വെക്കാം. ഇതൊന്ന് ഞാൻ അവസാനം വെട്ടിയെ പോയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ജോയിന്റ് ആയിട്ടൊക്കെ വന്നത്. മറന്നു പോയായിരുന്നല്ലോ ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുവാട്ടോ. കണ്ടോ, ഇത്ര മതി. ഒരു പീസ് ബാക്കിയായത് ഇത്ര മതി കേട്ടോ. എന്നിട്ട് ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇതിന്റെ ഒരു വശം ഇങ്ങനെ മടക്കി അടിക്കണം കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കേ. ഇതൊന്നും ചെയ്യാനുള്ള കുറച്ച് സമയം കിട്ടിയില്ല. കുറച്ച് വൈകിയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടാൻ വൈകിയതേ. അപ്പൊ ഇതേ ബാക്ക് പീസ് അതിലേക്ക് ആ പടിപ്പീസ് ഉണ്ടോ അതിലേക്ക് അതിന്റെ നല്ല വശത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ വരുമല്ലോ. അപ്പൊ എന്നിട്ട് ഇതിൽ പതിച്ചടിക്കണം. പതിച്ചടിക്കുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീസിലാണ്. നമ്മള് ഈ വെച്ചു കൊടുത്ത പീസിന്റെ അരികില്ലേ, അതിലാണ്. ഇപ്പുറത്തേക്ക് കയറരുത്. കാരണം ഇതിങ്ങനെ മടങ്ങി ഇങ്ങനെ അകത്തേക്ക് പോകും. കണ്ടോ? അപ്പൊ ആ അടിപ്പ് അകത്ത് പോകും, പുറത്ത് കാണില്ലേ. ബ്ലൗസിന്റെ ഒരടിപ്പ് പോലും പുറത്ത് കാണില്ല കേട്ടോ. ആകെ കാണുന്നത് ഹുക്സ് പടിയുടെ അവിടെ മാത്രം വരുന്ന ഒരടിപ്പാണ് പുറത്ത് കാണുന്നത്. പക്ഷെ ആ അടിപ്പ് എന്താ പറയാ, സാരി കവർ ചെയ്യുമ്പോഴത്തേക്കും കാണത്തൂല. അല്ലാതെ നമ്മളെല്ലാം ബ്ലൗസിൽ ഹെമ്മിങ് ആണ് കാണുന്നത്, അടിപ്പൊന്നും കാണില്ല. കുറച്ച് സമയം മതി നമുക്ക് കട്ട് ചെയ്യാൻ. മാത്രമേ ബ്ലൗസിൽ കുറച്ച് സമയം എടുക്കുള്ളൂ, തയ്ക്കാൻ ഒട്ടും തന്നെ സമയം വേണ്ട. അപ്പൊ ഇത് ബ്ലൗസ് തയ്ച്ച് ബാക്ക് പീസ് ബ്ലൗസിന്റെ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്നത് സ്ലീവ് ആണ്. സ്ലീവ് നമ്മൾ 1.5 ഇഞ്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് അകം വശമാണ്, ഇത് പുറം വശം. അപ്പൊ ഇതിങ്ങനെ 1/4 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കും. ഇവിടെ കുറച്ചിങ്ങനെ മടക്കി അടിച്ചിട്ട് രണ്ട് കൈന്റെ ഈ ഭാഗം ഇങ്ങനെ മടക്കി അടിക്കും കേട്ടോ. അകം വശത്തോട്ടാണ്, അകത്തെ വശത്തോട്ട് ആണ് ഇത് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. രണ്ട് കൈന്റെയും അത് അങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ട ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുക്കണം. അധികം വീതി കൂട്ടരുത് കേട്ടോ. വീതി കൂട്ടുമ്പോ അതിന്റെ ഭംഗി പോവും. ഈ ഒരു വീതി മതി, ഒരു 3/4 ഇഞ്ച് വീതിയൊക്കെ മതിയാവും. 3/4 ഇഞ്ച്, 1 ഇഞ്ച്, മാക്സിമം 1 ഇഞ്ച്, അത്രയും വീതിയൊക്കെ മതി കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. പറ്റുമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുത്തേക്കണേ. ഇങ്ങനെ
നമ്മള് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുവാണ്. അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്തെടുക്കാം, അയൺ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നല്ലോണം ഒന്ന് മടക്കിയെടുക്കാം. അപ്പൊ ഇതേ നമ്മൾ കുഴിച്ചു കിട്ടിയ ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ വരും. ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു കയ്യില് ഇതൊരു സൈഡ് ഇതൊരു സൈഡ് ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പൊ ഇതേ കൈയിന്റെ അടിപ്പും കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് അടിപ്പ് വരുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ഫ്രണ്ട് പീസിലാണ് കുറച്ച് അടിപ്പ് വരുന്നത്. ബാക്ക് പീസിലാകെ പടിപ്പീസ് കൂട്ടുക, പിന്നെ സ്ലീവ് ആണെങ്കിൽ അങ്ങനെ മടക്കി ഒന്ന് അടിച്ചു വെക്കുക. ബാക്കി ഹെമ്മിങ് ആണ്. അടിപ്പ് വരുന്നത് ഇവിടെയാണ് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിംഗ് പീസാണ്. അപ്പൊ നമുക്ക് 6 പീസാണ് വേണ്ടത്. ഇതിന്റെ കൂടെ ഇടക്ക് സ്റ്റിഫ് വെച്ച് കൊടുക്കേണ്ടവർക്ക് സ്റ്റിഫ് വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മളിത് 2 പീസ് ഇങ്ങനെ, ഇതിപ്പോ 2 എണ്ണം ഉണ്ട്, ഇതിന് 2 എണ്ണം ഉണ്ട്. കണ്ട, ഇത് ഇവിടെ വരുന്ന ഭാഗം, ഈ അരികു ഭാഗം സൈഡ് വരുന്നത് ഒരു ചരിവുണ്ട്, അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇത് വരുന്നത് ഹുക്സ് ഇങ്ങനെ വെക്കുമ്പോ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് ഭാഗം 2 ചരിവുണ്ട്. അപ്പൊ ഇത് സൈഡിൽ പോകും. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഇതിന്റെ പുറത്തേക്ക്, അതായത് ഇത് അകംവശമാണ്, ചീത്തവശമാണ് ഇവിടെ വെച്ചു കൊടുക്കുക. അപ്പൊ ഇതിങ്ങനെ അകത്തേക്ക് പോകുമ്പോ അകത്ത് നല്ല വശം വന്നോളും. കണ്ടോ, പിന്നെ അകത്ത് പോകുന്നതുകൊണ്ട് നല്ലത് ചീത്ത നോക്കണ കാര്യമില്ല, എന്നാലും അങ്ങനെ വെച്ച് പോയെന്ന നമുക്ക് നല്ലതായിട്ട് കിട്ടും. അകംവശം കാണാനും നല്ലൊരു ഭംഗിയിലിരിക്കുമല്ലോ. അപ്പൊ അതെ ഇങ്ങനെ 2 പീസ് കൂടി വെച്ചു. എന്നിട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ വെച്ചടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിയൊക്കെ പോവട്ടോ. എനിക്ക് ആദ്യം അങ്ങനെ മാറിയൊക്കെ പോവുമായിരുന്നേ. ഇപ്പൊ ശ്രദ്ധിക്കണം, ഇതിങ്ങനെ നേരെ വന്ന വശം ഹുക്സ് വഴിയും വരേണ്ട ഭാഗമാണ്. ഈ ഭാഗത്ത് ഒരു ചരിവുണ്ടാവും, ഈ 2 സൈഡിലും ഓരോ ചരിവുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഇങ്ങനെ തന്നെ എടുത്ത് ഇവിടെ അടിക്കുക. കണ്ടോ, ആ വശം ഒന്ന് അടിച്ചു കൊടുക്കണേ. നൂല് പൊട്ടിപ്പോയി. അപ്പൊ ഇങ്ങനെ ഇരിക്കണത് നമ്മൾ നേരെ ഇങ്ങനെ തന്നെ വെച്ച് അടിക്കുവാണേ. ഇത് ഇങ്ങനെ എടുത്തിട്ട് അനക്കണ്ട, ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക. കണ്ട, ചില നേരം ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ പറ്റും. ഈ ഒരു ഇതില് നൂല് വിട്ടുപോയിട്ടാണ് ഇതട്ടോ ഇടക്കിടക്ക് പൊട്ടിക്കൊണ്ടിരിക്കണതേ. ഞാനത് ശ്രദ്ധിക്കാണ്ട് പിന്നെയും അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ശരിയാവും പറഞ്ഞിട്ട്, എവിടെ ശരിയാകാൻ. അപ്പൊ നൂല് കറക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നൂല് പൊട്ടിപ്പോയതാണേ. അപ്പൊ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞു. ഈ ഒരു വശം അടിച്ചിട്ടുണ്ട്. ഇനി ഈ വശവും നേരെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഇല്ലേ 2 സൈഡും അടിച്ചു കഴിഞ്ഞിട്ടാ. ഇത് ഇരുന്നേച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വെക്കുക. അടിപ്പ് വന്നത് ഈ 2 വശത്തും താഴെ ഭാഗത്താണ്. എന്നിട്ട് നമ്മൾ ഈ ആദ്യത്തെ ഒരു തുണിയിലെ അത് നേരെ താഴോട്ട് എടുത്തിടുക. കണ്ട, ഇങ്ങനെ നിവർത്തിയിടുക താഴോട്ട്. ഇപ്പുറത്തെ വശത്തെ നേരെ താഴോട്ടിടുക. ഒരെണ്ണം മാത്രമാട്ടോ താഴോട്ട് ഇടുന്നത്, 2 എണ്ണം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ അടിച്ചു കൊടുത്ത ഒരെണ്ണം ഇല്ല മേലിൽ വെച്ച്, അതാണ്. എന്നിട്ട് ഇനി അടുത്ത അടിപ്പ് വരുന്നത്, ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് മറിച്ചിട്ടില്ലേ, ആ തുണിയുടെ അരികെ കൂടിയാണ് അടിപ്പ് വരുന്നത്. മേലിൽ കാണില്ല, മേലിൽ കണ്ടാൽ പുറത്ത് കാണും. ഇത് അടിപ്പ് പോവും. അപ്പൊ ഈ തുണിയുടെ അരികെ കൂടിയാണ് അടുത്ത അടിപ്പ് വരേണ്ടത് കേട്ടോ. നമ്മളിങ്ങനെ മറിച്ചൊക്കെ വെക്കണത് തിരിച്ചും മറിച്ചൊന്നും പോകരുത്. ഇങ്ങനെ തന്നെ വെച്ച് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് മാറിപ്പോവില്ല. കണ്ട, ഇപ്പൊ ഇങ്ങനെയാണ് ഇത് ഇരുന്ന് വെച്ചത്. ഇനി ഇത് എങ്ങനെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അടിയിലേക്ക് പോകുമ്പോ, താഴത്തേക്ക് പോകുമ്പോ ഉണ്ടല്ലോ, നമുക്കത് മേലിൽ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും.
കണ്ടോ, അടിപ്പൊന്നും വരുന്നില്ല. ഇപ്പൊ നമ്മൾ അടിച്ച അടിപ്പ് കണ്ട താഴെ വശത്ത് പോയി. ഇതിങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് വെച്ചിട്ട് തേച്ച് കൊടുക്കണേ. ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു ഡിസൈൻ എന്താ പറയുക, വട്ടത്തിലും ഒരെണ്ണം നീളത്തിലുമാണ് വന്നേക്കണത്. സാരമില്ല, സാരി വന്ന് കവർ ചെയ്ത് പോകും. ഇപ്പം ഇങ്ങനെ തന്നെ തയ്ക്കാം. ഇനി ഞാൻ അഴിക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ അടിക്കുന്നത് ഈ താഴെ വശത്തല്ല കേട്ടോ, എല്ലാ വശത്തും അല്ല. ഈ അരികും ഈ മേളിലത്തെ അരികും അതൊക്കെ അടുത്ത അടിപ്പില് അകത്തോട്ട് പോകേണ്ടതാണ്. അതുകൊണ്ട് ആ അടിപ്പ് പുറത്തൊന്നും കാണില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഇങ്ങനെ 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 അടിച്ചെടുക്കണം. ഇത് താഴെ വശത്ത് അടിക്കരുത് കേട്ടോ, അവിടെ അടിക്കണ്ട. ബാക്കി എല്ലാ വശത്തും അത് കൃത്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കട്ടിംഗ് പീസ് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഫ്രണ്ട് ഭാഗമാണ്. ഇതിൽ ടക്കൊക്കെ വരച്ചിട്ടിട്ടുണ്ട്, അടയാളപ്പെടുത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇതിങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇതിങ്ങനെയാണ് വരേണ്ടത്. ഇത് ഇങ്ങോട്ട് വെച്ച് അടിച്ചു കൊടുക്കണം. അതിനു മുമ്പ് ഇതിന്റെ ടക്ക് പോയിന്റ് നമുക്ക് എല്ലാം ഒന്ന് അടിച്ചു കൊടുക്കാവേ. ആദ്യം തന്നെ നമ്മൾ ഈ സെന്റർ ടക്കാണ് ഇടേണ്ടത്. ആദ്യം ഇതെടുത്തിട്ട് ഇതാകം വശം. അപ്പൊ സെൻട്രൽ ടക്ക് നമ്മൾ ആ മാർക്ക് ചെയ്തേക്കുന്ന ഇവിടെ ഇങ്ങനെ എടുക്കുക. ആദ്യം ഈ താഴത്തതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അവിടെ രണ്ടെണ്ണം ഇട്ടു. ഇപ്പൊ അതൊരെണ്ണം ഇട്ട് കഴിഞ്ഞ് കണ്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഇത് നേരെ ഇങ്ങനെ തിരിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എടുക്കുമ്പോഴേ നമ്മള് ഈ നേരത്തെ എടുത്തതൊന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. കൃത്യം വന്നിട്ടുണ്ടോന്നൊക്കെ തുണിയെ കണ്ടോ, ഇതിങ്ങനെ വെച്ച് നോക്കണം. ഇത് കൃത്യമാണ്. അപ്പൊ ഈ രണ്ട് ചക്കം അടിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ഇവിടത്തെ ഒരു ടക്കാണ് കേട്ടോ, ഈ സൈഡിലാ. നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല, അതിൽ കൂടി തന്നെ അടിച്ചാൽ മതി. പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എടുക്കണ്ടേന്നൊക്കെ. ടക്ക് പോയിന്റ്. പിന്നെ മൂന്നാമത്തെ ഈ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ടക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ 3 ടക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇത്ര ഇടാറുള്ളൂ കേട്ടോ. 4ാമത് പറയുന്ന സൈഡിൽ കൂടിയൊക്കെ ചിലവർ ഇടാറുണ്ട്. വേണമെങ്കിൽ ഇടാം, വേണ്ടാത്തവർക്ക് ഇടണ്ട. ഇത്ര ഇട്ടാലും മതി. അപ്പൊ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടിപ്പ് കണ്ടോ, 2 ടക്കും അതൊന്ന് ഈക്വൽ ആയിട്ട് വരാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
കാരണം അതല്ലെങ്കിൽ അടിച്ചു കഴിയുമ്പോൾ ഒരെണ്ണം കയറി ഒരെണ്ണം ഇറങ്ങിയൊക്കെ ഇരിക്കും. ഇതിപ്പോ ഇങ്ങനെ വന്നിട്ടില്ലേ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കട്ടിംഗ് പീസിന്റെ നല്ല വശം, അതായത് താഴെ അടിപ്പ് വരാത്ത വശമില്ലേ, നല്ല വശം ഇങ്ങനെ ചേർത്ത് വെക്കുക. കണ്ട, താഴെ ഇവിടെ അടിപ്പ് വന്നിട്ടില്ല മേൽഭാഗത്ത്, അപ്പൊ ഇത് ഇങ്ങനെയും വരും. ഇങ്ങനെയാണല്ലോ ഇത് ഇരിക്കുന്നേ, ഇങ്ങനെയാണ് ഇത് ഇരിക്കേണ്ടത്. അപ്പൊ ഇത് അടിച്ചു വരുമ്പോ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ അടിക്കണമെന്ന് വെച്ചാൽ ഇത് നേരെ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ അടിക്കുമ്പോ ഇതിങ്ങനെ താഴത്തോട്ട് വെക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇത് നമ്മൾ അത് അടിച്ചു കൂട്ടാൻ പോവാണേ. അപ്പൊ ഈ ഭാഗം അടിക്കുമ്പോഴുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ടക്ക് വരൂലേ, അതൊന്ന് നേരെ ഇതിങ്ങനെ ഒന്ന് മടക്കി, ഇപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുവാണ് നമ്മൾ അടിച്ച ടക്ക്, അതൊന്ന് നേരെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണെങ്കിൽ വേണ്ട, അവിടെ ഇങ്ങനെ കട്ടിയായിട്ട് വരില്ലേ, ഇതിങ്ങനെ അകത്തോട്ട് മടങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ആ ഭാഗത്തേക്ക് അത് അടിച്ചു വെച്ച് കഴിയുമ്പോ അത് ഇങ്ങനെ വരും, കണ്ടോ. ഇനി അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണല്ലോ ഇത് വരേണ്ടത്, നോക്കിയേ, ഇതിങ്ങനെയാ വരേണ്ടത്. അപ്പൊ ഇത് നേരെ എടുത്ത് ഇങ്ങോട്ട് മറിച്ച് വെക്കുക, കണ്ടോ. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോവില്ല എങ്ങനെയാ അടിക്കണ്ടേന്നൊക്കെ. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലോട്ട് വെച്ചിട്ട് കണ്ടോ, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ അകത്തോട്ട് ഇത് നേരത്തെ മടക്കി വെച്ചില്ല, അതുപോലെ ഒന്ന് ഒരു ട്രയാങ്കിൾ ആയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കി മാറ്റി വെച്ച് കൊടുക്കുവാണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതും അടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇത് കണ്ട, എല്ലാ വശവും കൃത്യമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞു. ഇവിടെയൊക്കെ രണ്ടടിപ്പ് ഇടണം കേട്ടോ. ഞാനിപ്പോ ഒരടിപ്പിട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ്, വീഡിയോ ലെങ്തായി പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് രണ്ടടിപ്പ് ഇട്ട് കൊടുക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലതുവശം, അപ്പൊ ഇവിടെ ഹുക്സ് പടി, ഇത് ഇടതുവശം ആണെങ്കിൽ ഇവിടെ അഴിപ്പടി. അപ്പൊ ഇതിൽ ഹുക്സ് വെക്കണം. ഹുക്സ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹുക്സ് വെക്കേണ്ട പടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ വീതിയിലുള്ള പടിയാണ് ഹുക്സിന് കൊടുക്കേണ്ടത് കേട്ടോ. ഇത് ഇങ്ങനെ മടക്കി എടുത്തേക്കണേ രണ്ടാക്കി, കണ്ട. അതിങ്ങനെ മടക്കി തന്നെ എളുപ്പത്തിൽ വെക്കാം, അല്ലെങ്കിൽ തുറന്നിട്ടാണെങ്കിലും വെക്കാം. പക്ഷെ ഇതിങ്ങനെ അടിക്കുന്നതായിരിക്കും എളുപ്പം. നേരെ ഇത് ഈ നല്ല വശത്തേക്ക് ഇതിങ്ങനെ എടുത്ത് വെക്കുക, കണ്ട. എന്നിട്ടൊരു 1/4 ഇഞ്ച് വീതിയില് അടിക്കുക. അപ്പൊ അടിക്കുമ്പോ നമ്മൾ അകത്തടിച്ച വശങ്ങളൊക്കെ നേരെ മുകളിലോട്ടാക്കി വെക്കണം കേട്ടോ. ആ അടിപ്പൊക്കെ മുകളിലോട്ട് തന്നെ വെക്കണേ. ഇപ്പൊ ഞാനില്ലേ ഇത് രണ്ടും കൂടി വെച്ച് പോകുന്നില്ല, ഓരോന്നേ കാണിക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ ഇത് ഇവിടെ ഇത്രയും കൂടുതൽ വന്നു, ഇത്രയും നമുക്ക് വേണ്ട, കുറച്ച് മതി. അപ്പൊ കണ്ട, കുറച്ച് ഇങ്ങനെ ഇടണം, നീട്ടി ഇടണം കേട്ടോ. എന്നാലും ഉള്ളത് ഇങ്ങനെ മടക്കി വെച്ച് അകത്തേക്ക് പോകേണ്ടതാണ് ഈ ഭാഗം. അപ്പൊ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത അടിപ്പ് പതിച്ചു കൊടുക്കേണ്ടത് ഈ അരികിലാണ് കേട്ടോ, നമ്മളിപ്പൊ വെച്ച തുണിയുടെ അരികിലെ. അപ്പൊ ഇതിങ്ങനെ അടിച്ച് അറ്റെത്താറാവുമ്പോ ഇതിങ്ങനെ അകത്തേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് അടിക്കുക, കണ്ട. ഇപ്പൊ അത്രയും വശം കൃത്യമായിട്ട് അകത്തേക്ക് പോയി. ഇതിങ്ങനെ അകത്ത് മടങ്ങിയിരിപ്പുണ്ട്. ഇനി ഇത് നേരെ ഇങ്ങോട്ട് വെക്കുക, കണ്ട. ഈ അടിപ്പാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അടിപ്പാണ് നമ്മൾ പുറത്ത് കാണുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു അടിപ്പാണ് കേട്ടോ. ഹെമ്മിങ് ചെയ്യണോന്നുള്ളവർക്ക് ഹെമ്മിങ് ചെയ്യാം, പക്ഷെ ഈ അടിപ്പ് ഇങ്ങനെ അടിക്കാറേ ഉള്ളൂ എല്ലാവരും. കാരണം സാരി കവർ ചെയ്ത് പോകുമ്പോ കാണില്ലല്ലോ, കണ്ട. ഈ ഒരു അടിപ്പാണ് ഇവിടെ പുറത്ത് കാണുന്നത്. പിന്നെ ഇനി നമ്മൾ അപ്പൊ ഹുക്സ് പടി കഴിഞ്ഞേട്ടോ. ഇനി അയിപ്പടിയാണ്. അയിപ്പടിക്ക് ഇതിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് പുറത്ത് അത് വെച്ചു കൊടുത്തത്, തുണി വെച്ചു കൊടുത്തത്. പക്ഷെ ഇതില് അങ്ങനെയല്ല, നേരെ തിരിച്ച് അകം ഭാഗം എടുത്തിടണം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ മുകളിലോട്ട് ആക്കേണ്ട വശങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അടിക്കുമ്പോ അകത്ത് കൊണ്ടത് ഈ നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ടക്ക് പോയിന്റ് ഇവിടത്തേക്ക് ഇങ്ങനെ മുകളിലോട്ട് ആക്കണം കേട്ടോ. എന്നിട്ട് ഇതാണ് നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന തുണി. അപ്പൊ ഇതൊന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മതി നമുക്ക്. പിന്നെ വീതിയും കുറച്ചും കൂടി ഒന്ന് കുറച്ചെടുക്കാം കേട്ടോ, ഇത്രയും വേണ്ട. ഇതിപ്പോ
2.25 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പൊ 2.25 വരുന്നത് നമുക്കൊരു 2 ഇഞ്ച് മതി കേട്ടോ. 2 ഇഞ്ച് വീതി മതിയേ ഇതിന്. എന്നിട്ട് നമ്മള് ഇത് അകത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അടിക്കുക കേട്ടോ. മറ്റത് നമ്മൾ നേരെ പുറത്താണ് വെച്ചു കൊടുത്തത്, നല്ല വശത്താണ് വെച്ചു കൊടുത്തത്. ഇതുപോലെ അടിക്കാൻ. ഇത് അകത്ത് വെച്ചു കൊടുക്കുവാണ്. കണ്ട, ഇതിങ്ങനെ അടിച്ചിട്ട് നേരെ മറ്റേതുപോലെ തന്നെ ഇങ്ങനെ ഇട്ടിട്ട് അരികി കൂടി അടുപ്പ് കൊടുക്കുക. അപ്പൊ ഇത് ഇത്രയും ഭാഗം നമുക്ക് അകത്തേക്ക് കൊടുക്കണ്ട കേട്ടോ, ഭയങ്കര തടിപ്പായിട്ട്. അപ്പൊ ഇത്രയും ഭാഗം വേണ്ട, കുറച്ച് വെട്ടി കളഞ്ഞിട്ട് നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ അകത്തേക്ക് ഇതിങ്ങനെ കൊടുത്ത് ഇങ്ങനെ വെക്കുക. അടാ ഇപ്പൊ അവിടെ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഈ ബ്ലൗസിന്റെ നല്ല വശം. ഇപ്പൊ നമ്മൾ അടിക്കുമ്പോ ഇത് ഇങ്ങനെ വരും കണ്ട. എന്നിട്ട് ഇത് നേരെ ഇതിങ്ങനെ പകുതിയാക്കും. നേരെ മുഴുവനായിട്ട് ഇങ്ങോട്ട് വെക്കില്ല, ഇതിന്റെ പകുതി ഇങ്ങനെ എടുത്ത് വെക്കും. പകുതി നേരെ പകുതി എടുത്തിട്ട് ഇങ്ങനെ വെക്കും. അപ്പൊ ഇത് ഈ പടി ഇതിന്റെ പുറത്തേക്കാണ് നിൽക്കുന്നത്, അകത്തേക്കല്ല അടിച്ചു വെക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് എടുക്കണം. മറ്റേത് 1 ഇഞ്ച് എടുത്തിട്ട് അകത്തേക്കാണ് വെച്ചത്. ഇത് നേരെ ഇങ്ങനെ വെക്കും കണ്ട. തുറന്നിരിക്കുമ്പോ ഇങ്ങനെ നേരെ പകുതി ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് നമ്മള് ഇതിന്റെ പുറത്തുകൂടി ഒന്ന് അടിക്കുവാണേ. ഇനിയില്ലേ ഞാനിവിടെ അയ്യൊക്കെ തയ്ച്ചു പിടിപ്പിക്കുന്നില്ല കേട്ടോ, അടിച്ചു കൊടുക്കുവാണ്. എനിക്ക് മടി വരുമെന്നേ അതിങ്ങനെ തയ്ച്ചു പിടിപ്പിക്കാൻ. പക്ഷെ ഞാൻ സിൽക്ക് സാരി അങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, അത് ഷിഫോൺ അങ്ങനത്തെ തുണിയൊക്കെ ആണെങ്കിൽ ഞാൻ തയ്ച്ചതിനെ പിടിപ്പിക്കും കേട്ടോ. ഇതിപ്പോ കോട്ടൺ അല്ലേ, അപ്പൊ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാവേ. ഇങ്ങനെ വന്നിട്ട് ഓരോ പോയിന്റും, അതായത് കുറച്ചടിക്കുക. നിങ്ങളിപ്പോ അടിക്കുമ്പോ ആദ്യം കിട്ടിയില്ലെങ്കിൽ ആ പോയിന്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കണം കേട്ടോ. ഈ ഐ വെക്കേണ്ട പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്റെ ഇത് രണ്ടും കൃത്യമാണോ എന്നൊന്ന് നോക്കണം കേട്ടോ. വേണ്ട, ഇതിപ്പോ മേളിലും താഴെയൊക്കെ ഈക്വൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയുള്ളൂ. അപ്പൊ ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു 1/4 ഇഞ്ച് നീക്കി ഒരടിപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഉക്സ് ഇട്ടാലും ഇത് ഇവിടെ നിന്ന് ഒരടിപ്പും കൂടി, ഈ ഭാഗത്തു നിന്ന് ഒരടിപ്പും കൂടി നോക്കോട്ടോ. അതെ, അപ്പൊ അവിടെ 2 അടിപ്പ് ഇങ്ങനെ വരും കേട്ടോ. ഇനി ഹുക്സ് ഒക്കെ ഇട്ട് വരുമ്പോ ഉണ്ടല്ലോ, ചിലതിങ്ങനെ വിട്ടൊന്നും പോകണ്ടല്ലോ, അതിനാണ് ഇതിവിടെ ഒരു അടിപ്പും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ ഫ്രണ്ട് ഭാഗവും കഴിഞ്ഞു. ഇത്രയുള്ള പണി കണ്ട വളരെ എളുപ്പമല്ലേ. ഫ്രണ്ടും കഴിഞ്ഞു, ബാക്കും കഴിഞ്ഞു, സ്ലീവും കഴിഞ്ഞു. ഇനി നമുക്ക് കുറെ ക്രോസ് പീസുകൾ ഉണ്ട്. ആ ക്രോസ് പീസുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്യാട്ടോ, എന്നിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടാവേ. അപ്പൊ ക്രോസ് പീസ് ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കോണായിരിക്കും. ഈ കോണിനോട് ഈ കോണിങ്ങനെ തിരിച്ചിങ്ങനെ വെച്ചെടുക്കണം കണ്ട. അപ്പൊ ഇത് ഏകദേശം ഇത് ഇങ്ങനെ വരും കണ്ട കണ്ട. എന്നിട്ട് ഇതിങ്ങനെ വെച്ചെടുത്ത് അടിക്കണം. അടുത്തത് അങ്ങനെ തന്നെ. നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കൂട്ടണ്ട കേട്ടോ, ഞാൻ പറയണ രീതിയിൽ വെച്ചാൽ എളുപ്പമായിരിക്കും. നമുക്ക് ഈ ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെ കിട്ടണം, വി പോലെ. അതും വെച്ചു കൊടുക്കാം. അടുത്തതും വെച്ചു കൊടുക്കാം. ഇതിന്റെ അകത്തുണ്ടല്ലോ പൊടി കയറി ഇരിപ്പുണ്ട് കേട്ടോ. നേരത്തെ തയ്ച്ച ഏതെങ്കിലും തുണിക്ക് നല്ല പൊടി, ഇങ്ങനെ പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ നൂലുകളില്ലേ, അത് ഇടക്ക് കയറിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ എന്റെ മെഷീനിൽ ഇങ്ങനെ നൂല് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്.
അതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ അത് ഞാൻ ക്ലീൻ ചെയ്യേണ്ടത് ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതഴിച്ചിട്ടെ. ഇപ്പൊ നൂല് പൊട്ടിയത് ഞാൻ ക്ഷമയോടെ കോർത്തോണ്ടിരിക്കും. കാരണം ഇപ്പൊ അത് ക്ലീൻ ചെയ്യാൻ പോയാലേ പൊടി കയറി എനിക്ക് ഇനി തുമ്മലാവും. എന്നിട്ട് ഇതിങ്ങനെ രണ്ടെണ്ണം വെച്ച് എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് കൂട്ടുവാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഇത് കണ്ടോ, ഇതിങ്ങനെ കൂട്ടി ഇതിന്റെ കൂടെ ഇത് കൂട്ടി, അപ്പോഴും ഇതും ഒരു വി പോലെയാണ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കണ്ട, ഇതിങ്ങനെ ഇരിക്കുമ്പോ ഇതിങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് തെറ്റിപ്പോകത്തില്ല. ഇതിങ്ങനെ കൂട്ടി ഇതെടുത്തിട്ട് ഇതിങ്ങനെ കൂട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ക്രോസ് പീസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞ് എന്നിട്ട് നമ്മള് ബാക്ക് പീസിന്റെ നല്ല വശമാണ് ഇത്. അതിലേക്ക് ഈ വശം എടുത്ത് ഇങ്ങനെ നല്ല വശവും കൂടി കൂട്ടി വെക്കുക. അപ്പൊ ഇങ്ങനെ വെക്കുമ്പോ കണ്ടോ, പടി 2 ഇവിടെ വരും. നല്ല വശവും അതായത് ഇങ്ങനെ വെക്കുമ്പോ ഈ വശത്ത് ചീത്ത വശം വരും, ഫ്രണ്ട് പീസിന്റെ ചീത്ത വശം വരും. നല്ല വശവും കൂടി ചേർന്നിരിക്കും. എന്നിട്ട് ഷോൾഡർ നമ്മള് അരയിഞ്ച് വീതിയില് അടിക്കുവാണേ. നമ്മള് ഇതൊക്കെ അടിക്കാനുള്ള തയ്യൽ തുമ്പാണ് ആദ്യം കൊടുത്തത്. കട്ട് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട് ഷോൾഡറിനും ബാക്കിലും ഒക്കെ അടിക്കാനായിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കുമെന്ന്. അത് ഇതാണ്. അവിടെ താഴത്തെ ഒരു അരയിഞ്ചും ഇവിടെ ഒരു അരയിഞ്ചും. ഷോൾഡർ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഇതിങ്ങനെ നിവർത്തി വെക്കുക. എന്നിട്ട് നമ്മള് ഇതിങ്ങനെ തയ്ക്കുമ്പോ ഉണ്ടല്ലോ, എന്റെ വശം ഇതാണ്, നിങ്ങളുടെ വശം ഏതാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തർക്കും ഓരോ വശങ്ങളുണ്ടല്ലോ. പക്ഷെ ഈ വശത്ത് വെച്ചു കൊടുത്ത് ഇങ്ങനെ അടിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിവിടെ വരുന്നത് ഐ ആണ്. ഐ വെക്കുന്ന ഭാഗയില് ഹുക്സ് അല്ല കേട്ടോ. ആ ഭാഗത്തോട്ട് നമ്മള് ആ ഭാഗത്തുനിന്ന് തുടങ്ങുക. ക്രോസ് പീസ് ഇങ്ങനെ വെക്കുക. അപ്പൊ ക്രോസ് പീസ് വെക്കുമ്പോ ഒരിത്തിരി നീട്ടി ഇങ്ങനെ വെക്കുക. കാരണം ഇത് അകത്തേക്ക് തയ്ച്ച് മടക്കി പോകേണ്ടതാണ്. എന്നിട്ട് നമ്മള് ഒരു 1/4 ഇഞ്ച് വേണമെന്ന് പറയുന്ന ഒരു 2 പോയിന്റ് അത്ര, അല്ലെങ്കിൽ 3 പോയിന്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ അടിക്കുക. വേണ്ട, ഇതിങ്ങനെ കറക്റ്റ് ആക്കി ലെവൽ ചെയ്ത് നമ്മൾ കഴുത്ത് വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ചേർത്ത് വെച്ചു കൊടുത്ത് ആ ഒരു നമ്മൾ എത്ര പോയിന്റിലാണോ അടിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഇത് കൊടുത്തു പോവാട്ടോ. ചിലവര് ഈ പ്രസർ ഫുട്ടിന്റെ ഈ ഒരു സൈഡില്ലേ, ഈ ഒരു ഗ്യാപ്പ് ഇട്ടാണ് അത് അടിച്ചു പോകുന്നത്. അപ്പൊ തെറ്റാതെ അങ്ങോട്ട് പോയിക്കോളുവേ. ഇതിങ്ങനെ കറക്കി ചേർത്ത് പതിച്ചവിടെ വെക്കുക ഈ ക്രോസ് പീസേ. ഇതിപ്പോ ഞാനിങ്ങോട്ട് കുറച്ച് നീട്ടി അടിച്ചു. അത്രയും തന്നെ ഒരു അരയിഞ്ച് നീട്ടി എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. കണ്ടോ, നീണ്ടു നിക്കുന്ന കണ്ടോ, ഈ ക്രോസ് പീസിന്റെ വശം ഇങ്ങനെ നീണ്ടു നിക്കുന്നത്. അതായത് ഇതിങ്ങനെ മടക്കി അകത്തോട്ട് പോകേണ്ടതാ. എന്നിട്ട് നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ ചേർത്തടിച്ചല്ലോ, ഇവിടെ എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അടിപ്പ് മുറിഞ്ഞു പോകരുത് കേട്ടോ കട്ട് ചെയ്യുമ്പോ, അതിന്റെ തൊട്ട് വശത്ത്. കാരണം അത് നന്നായിട്ട് ഇങ്ങനെ മടങ്ങി വരാൻ വേണ്ടിയാണ് കേട്ടോ അകത്തെല്ലാം നമ്മള് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വളവെള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ വളഞ്ഞു കിട്ടാൻ വേണ്ടി. എന്നിട്ട് നമ്മള് ഇത് ഇങ്ങനെ വെച്ചിട്ട് പതിച്ചടിക്കരുത്. അടിക്കുന്നതിന് മുമ്പ് ഈ നമ്മള് കൂടുതൽ വശം വന്നത് അകത്തേക്ക് മടക്കുക. മടക്കുമ്പോ ഇതിങ്ങനെ കിട്ടുമല്ലോ, ഇതിങ്ങനെ കിട്ടിയിട്ട് നേരെ ഇങ്ങനെ മടക്കുക. അതായത് നമുക്ക് തയ്ക്കാൻ ഇവിടെ ഇത്രയും ഗ്യാപ്പ് കിട്ടണം. ഈ ഗ്യാപ്പാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ടത്. അത് ഇങ്ങനെ ഇരിക്കണത് കണ്ടോ, നമ്മള് ഈ ഭാഗം അകത്തേക്ക് ഇങ്ങനെ മടക്കി ഈ വശം, എന്നിട്ട്
നേരെ ഇങ്ങനെ മടക്കുക. അണ്ട അകത്ത് ഇത്രയും ഭാഗം ഗ്യാപ്പ് കൊടുക്കുക. നമ്മൾ അകത്താ തയ്ച്ചില്ല അത്. എന്നിട്ട് ഈ അടിപ്പെന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കുഴിഭാഗം കണ്ട അതിലാണ് വരേണ്ടത്. ഇനി അതിൽ വന്നില്ലെങ്കിലും ഈ പീസിൽ വന്നാലും കുഴപ്പമില്ല. ഈ ചെറിയ പീസിൽ ഇപ്പൊ വെച്ചു കൊടുത്ത അതിൽ വരണം, പുറത്തേക്ക് വരരുത് കേട്ടോ. നമ്മള് അതിൽ വരത്തക്ക വിധം അങ്ങോട്ട് അടിക്കുവാണേ. അതുപോലെ എല്ലാം നമ്മൾ കൃത്യമായിട്ട് അകത്തേക്ക് മടക്കി മടക്കി വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ, ആ ഒരു തയ്ക്കാനുള്ള ഹെമ്മിങ് ചെയ്യാനുള്ള ആവശ്യം ഇങ്ങനെ നമുക്ക് മടക്കി മടക്കി ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഇത് ഇത്തിരി ക്ഷമയോടുകൂടി ഇത് തയ്ക്കണം കേട്ടോ. കാരണം ഈ ഒരു ലെവല് നമ്മൾ കീപ്പ് ചെയ്ത് പോയാൽ ആ ഒരു ലെവല് അറ്റം ആദ്യം തൊട്ട് അവസാനം വരെ ആ ഒരു ലെവലിൽ തന്നെ വരണം. എന്നാലും ഹെം ചെയ്യുമ്പോ ഉണ്ടല്ലോ ആ നൂലിന്റെ ഓരോ ഇത് വരുമല്ലോ കുത്തുന്ന ഭാഗം, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വരണമെങ്കിലുണ്ടല്ലോ ഇത് കറക്റ്റ് ആയിട്ട് പോയാലേ പറ്റുള്ളൂ കേട്ടോ. ഈ അറ്റം വരുമ്പോ ഉണ്ടല്ലോ നമ്മൾ ആദ്യം മടക്കി വെച്ചില്ല, അതുപോലെ തന്നെ ഇതും അകത്തേക്ക് കൊടുക്കുക, മടക്കുക. വേണ്ട ഇപ്പൊ ആ നമ്മളെല്ലാ ഭാഗവും അടിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂടുതൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് കട്ട് ചെയ്ത് കളയണോട്ടോ. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണോട്ടോ, തുണി മുറിഞ്ഞു പോകരുത്. അതായത് തൊട്ട് പറ്റി വെച്ചല്ല, കുറച്ചും കൂടെ നീക്കി കണ്ടേ ഇങ്ങനെയുള്ളത്. നമ്മളല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ മടക്കുമ്പോ ഉണ്ടല്ലോ അത് അധികം ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്ത് കാണും. അതുകൊണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നീണ്ടു നിൽക്കുന്ന വശങ്ങളാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ നല്ല തുണി അടിയിൽ നിന്ന് കട്ടായി പോകരുത് കേട്ടോ. എനിക്ക് അങ്ങനെ അബദ്ധമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് തയ്ച്ചു കഴിഞ്ഞു, കഴുത്തും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മള് ഈ ഒരു വശത്തേക്ക് കൈ പിടിപ്പിക്കാൻ പോവാണ്. അപ്പൊ നോക്കിയേ, നമ്മള് ഈ കൈ എടുക്കുമ്പോ ഇങ്ങനെ കുഴിവശം ഉണ്ടല്ലോ, ഇങ്ങനെ ഈ കുഴിഞ്ഞ വശം ഫ്രണ്ടിൽ പോണം. അപ്പൊ ഇത് ഇവിടെ വരില്ല, ഈ കൈയല്ല വരുന്നത്, ഈ കൈയാണ്. കണ്ട, ഇതിങ്ങനെ വെക്കുമ്പോ ഈ വശം അങ്ങോട്ട് പോണം, ഫ്രണ്ടില് കുഴിവശം ഫ്രണ്ടിൽ വരണം, മാറിപ്പോകരുത്. കൈ വൃത്തികേടായിരിക്കും കാണാനായിട്ട് തയ്ച്ചു വരും. എന്നിട്ട് നമ്മള് സ്ലീവ് അതിലേക്ക് അടിച്ചു വെച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു കൈ അടിച്ചു വെച്ച് കഴിഞ്ഞു. ഇനി അപ്പുറത്തെ കൈ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്യുക. രണ്ട് കൈ നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മള് തയ്യൽ തുമ്പ് ഇട്ട് അടയാളപ്പെടുത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനേ 1.5 ഇഞ്ച് വീതിയിലാണെന്ന് തോന്നുന്നു തയ്യൽ തുമ്പ് ഇട്ടത്. ഇനി നമ്മള് 2 വശം സൈഡ് കൂട്ടുവാണേ. അപ്പൊ തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ആ അളവ് വെച്ചിട്ട് അങ്ങോട്ട് കൂട്ടി നമുക്ക് പോവാം. ഈ ട്രേസർ വീലർ വെച്ച് വരച്ചു കൊടുത്താലുണ്ടല്ലോ കാണാൻ പറ്റും കേട്ടോ. ഇതിപ്പോ അന്ന് ഞാൻ വരച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണേ. ഇതിങ്ങനെ വെച്ചിട്ട്
രണ്ട് വശവും അടിച്ചു കൊടുക്കുക. അപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ ഇതുപോലെ നമ്മള് എടുക്കുക. അപ്പൊ ഞാനിവിടെ ഹെമ്മിങ് ചെയ്യേണ്ട വശം ഇങ്ങനെ മടങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ട, അത് നിവർത്തി വെച്ചല്ല, ഇങ്ങനെ മടക്കി തന്നെ വെച്ചിട്ടാണ് അടിച്ചു പോകേണ്ടതേ. അപ്പൊ ആ വശം നമ്മളൊന്ന് അടിച്ചെടുക്കുവാണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ വശങ്ങളും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഹെമ്മിങ് ചെയ്യണം. ആ പടി പീസ് ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. സ്ലീവും ഈ വശം നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. പിന്നെ കഴുത്ത് ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് നമ്മള് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. ഉണ്ട്, ഇതെല്ലാം ഹെം ചെയ്യണം. പിന്നെ ഉക്സും പിടിപ്പിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബ്ലൗസിന്റെ പണി കഴിഞ്ഞു. തയ്ക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെയും നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഹെമ്മിങ് മാത്രമേ ഉള്ളൂ. അതൊന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് ചെയ്യണം കേട്ടോ. അത് നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണം കേട്ടോ. ബ്ലൗസിന്റെ ഭംഗി എന്ന് പറയുന്ന ഹെമ്മിങ്ങിലും കൂടിയാണ് കേട്ടോ. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നൂലൊക്കെ കുത്തൂലേ, ഇപ്പൊ കഴുത്തിലൊക്കെ കുത്തുമ്പോ ഒരേ അകലത്തിൽ തന്നെ സൂചി ഇങ്ങനെ കുത്താൻ നോക്കണം. അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്. നമ്മള് ലൈനിങ് അടിച്ചു മറിക്കുകയാണെങ്കിൽ അതൊന്നും നോക്കണ്ട, അടിപ്പൊന്നും പുറത്ത് തുന്നലൊന്നും കാണത്തില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാനുണ്ടല്ലോ തുന്നുന്ന ഭാഗമൊക്കെ കൂടി വീഡിയോയിൽ ഇട്ട് വരുമ്പോ ഒത്തിരി ലെങ്തി ആയിപ്പോ അതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതുപോലെ ഒന്ന് അങ്ങോട്ട് ഹെം ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ പറഞ്ഞ വശങ്ങളൊക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പമാണ് തയ്ക്കാനായിട്ട്. എല്ലാരും ഒന്ന് തയ്ച്ചു നോക്കണം. തയ്യലിന്റെ തുടക്കക്കാരൊക്കെയും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെട്ടുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്ലൗസൊക്കെ വെട്ടി തന്നെ തയ്ച്ചെടുക്കാം. അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണേ. ശരി, എന്നാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.